വടകര തിരുവള്ളൂരിൽ നിക്ഷേപം തിരിച്ചു കിട്ടാത്തതിൽ മനംനൊന്ത് DCC സെക്രട്ടറിയുടെ വീട്ടിൽ തീ കൊളുത്തി മരിച്ച ഇബ്രാഹിമിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ടാണ് തിരുവള്ളൂർ സ്വദേശിയായ ഇബ്രാഹിം മരിച്ചത്. ശരത് SS വിവരങ്ങളുമായ ശരത്, ഇപ്പോൾ വയോധികന്റെ ആത്മഹത്യ, ഇപ്പോൾ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. ബന്ധുക്കൾ ഈ സംഭവത്തിൽ പ്രതികരിക്കുന്നുണ്ടോ ശരത്? സ്മൃതി, അതായത് നിലവിൽ ഇപ്പോൾ ഇബ്രാഹിം ഹാജിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. ബന്ധുക്കൾ പ്രധാനമായും ഉന്നയിക്കുന്നത് 75 ലക്ഷം രൂപ ഇബ്രാഹിം ഹാജിക്ക് ലഭിക്കാനുണ്ട്. അത് ഇത്തരത്തിൽ തട്ടിയെടുത്തു, അത് ഉടൻ തന്നെ ലഭിക്കണം. ഒപ്പം കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം. പ്രത്യേകിച്ച് DCC സെക്രട്ടറി കൂടിയായ സുധീർ കുമാറിനടക്കം കർശന നടപടിയെടുക്കണമെന്നുള്ള ആവശ്യമാണ് നിലവിൽ കുടുംബം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഇപ്പോൾ ബന്ധുക്കളൊക്കെ ഉൾപ്പെടെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിലവിൽ എന്താണ് നിങ്ങളുടെ തീരുമാനം? പ്രതിഷേധവും മറ്റും ആലോചിക്കുന്നു. ഇബ്രാഹിക്കാക്ക് ഈ ചങ്ങായി പൈസ കൊടുക്കാനുണ്ട് എന്നാണ് പറയുന്നത്. ഇത് കൊടുക്കാനുണ്ടോ? അല്ല ഈ ഇബ്രാഹിക്കാണോ അവിടുന്ന് തീക്കൊളുത്തി മരിച്ചതല്ലേ, അവർ കൊന്നതാണോ, എന്താണെന്നുള്ളതിൻ്റെ സത്യം നമുക്കറിയണം. ഇതിന് കൊടുക്കാനുള്ള പൈസ ആണെങ്കിൽ ഈ കുട്ടികൾക്ക് കിട്ടേണ്ട പൈസയാണ്. അതൊക്കെ അവർ തീരുമാനിക്കേണ്ട, നിയമത്തിൻ്റെ വഴിക്ക് പോകേണ്ട. ഇദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് എന്ന് ആദ്യം പോലീസുകാരാണ് ഇതിൻ്റെ നിയമം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത്. അത് കാരണം കൊണ്ട് ഈ ബോഡി നമ്മൾ സുധീർ കുമാറിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കുക. വീട്ടിൽ പ്രതിഷേധമല്ല, അവരവിടുന്ന് അപ്പോൾ അവൻ്റെ ആൾക്കാരെല്ലാം കൂടി വന്ന് പറയും ഇതെങ്ങനെയാണ് മരിച്ചതെന്നുള്ളത്. അല്ലാണ്ട് നമ്മളിപ്പോൾ അവനെ കൊണ്ട് അവിടെ മയ്യത്തടക്കുകയും ഈ പരിപാടി കഴിഞ്ഞാൽ പിന്നെ ചോദിക്കാൻ പറയാൻ ആരും ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വന്ന് ഇതിങ്ങനെയാണ് മരിച്ചത് എന്നെങ്കിലും നമുക്കൊന്ന് അറിയണ്ടേ. ഡോക്ടർക്ക് കൊടുത്ത മൊഴിയിൽ പറയുന്നത് 75 ലക്ഷം രൂപ ഇത്തരം തിരിച്ചു കിട്ടാനുണ്ട് എന്നാണ്. അത് തന്നെ ഇതാ അവൻ്റെ അനിയൻ്റെ ഏട്ടനനിയൻ മക്കളായ ആളല്ലോ, എന്നാൽ എൻ്റെ സഹോദരൻ്റെ മോനാണ്. ഈ പാവത്തിൻ്റെ പൈസ അവൻ മേടിച്ചിട്ട് അവർ കൊടുക്കണ്ടേ, കുട്ടിയെ കിട്ടേണ്ട പൈസയല്ലേ. അതിൻ്റെ വഴി എന്താണെന്നുള്ള അവിടെ നിന്ന് അവർ തീരുമാനിക്കുക. പ്രതിഷേധത്തിലേക്ക് വീട്ടിൽ മൃതദേഹം പ്രതിഷേധങ്ങളൊന്നുമല്ല, അവിടെ കൊണ്ടാച്ച് വെച്ച് കൊടുക്കുക. അവർ തന്നെ എന്തെങ്കിലും തീരുമാനമാക്കുക. കാരണം ഇത് എങ്ങനെയാണ് മരിച്ചതെന്നുള്ളത് ഈ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണോ, എങ്ങനെയാണ് മരിച്ചതെന്നുള്ളത്. ഇവൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ പിന്നെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അവനെങ്ങനെ മരിച്ചു എന്നുള്ളത് കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. സുധീർ കുമാറാണോ അല്ല അവൻ്റെ ഭാര്യയാണോ, ആരാണ് ഇയാളെ കൊന്നത്, എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത് തെളിയണം. നമുക്ക് ഇതിൻ്റെ സത്യം അറിയണം. എന്താണ് നിങ്ങൾക്ക് ഇത്? തീർച്ചയായിട്ടും 75 ലക്ഷം കിട്ടാനുണ്ട് എന്നുള്ളതാണ് ഇബ്രാഹിം ഡോക്ടറോട് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് ഞങ്ങളോടും പറഞ്ഞത്. ആംബുലൻസിനൊക്കെ പറഞ്ഞത് ഇത്രയും പൈസ സൊസൈറ്റി നിക്ഷേപിച്ചിട്ടുണ്ട്, അത് അവർ തരുന്നില്ല. കുറേ കാലമായിട്ട് ഇതിനായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷേ അവർ തരുന്നില്ല. അതുകൊണ്ട് ആരോഗ്യപരമായിട്ട് എനിക്ക് സുഖമില്ലാത്തതിനും അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമൊക്കെ പറഞ്ഞു. കിട്ടാത്തൊരു ഇതിലാണ് അത് ഈ വീട്ടിൽ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തത്. ആ രൂപത്തിലാണ് ഇത് കേൾക്കുന്നത്. സ്മൃതി, അതായത് എന്തായാലും കുടുംബം പ്രതിഷേധത്തിലേക്ക് അടക്കം കടക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതായത്. ഈ മൃതദേഹം ഇപ്പോൾ DCC സെക്രട്ടറി കൂടിയായ സുധീർ കുമാറിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് പ്രതിഷേധം നടത്തും. അതായത് എങ്ങനെയാണ് മരണപ്പെട്ടത്, എത്ര രൂപ ലഭിക്കാനുണ്ട്, ഇത് കാരണം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണം. അതുവരെ അവിടെ വെച്ച് മൃതദേഹം അവിടെ കൊണ്ടുപോയി വെക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കുടുംബാംഗങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കുടുംബാംഗങ്ങൾ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ വേണ്ടി നിലവിൽ ആലോചിക്കുന്നു എന്ന് വേണം പറയാൻ. ശരത് SS ആണ് വിവരങ്ങൾ നൽകിയത്.